ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു കൊലപാതക വാർത്ത വരുന്നു. യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. കാഞ്ഞിരക്കൊല്ലിയിലെ നിതീഷ് ബാബു ആണ് കൊല്ലപ്പെട്ടത്. ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റു. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് കൊലപാതകം നടത്തിയത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇതാരാണ് ഈ ആക്രമിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളുണ്ടോ? എപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ 1:15 ഈ കൊലപാതകം ഉണ്ടായത് എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാഞ്ഞിരക്കൊല്ലിയിലെ നിതീഷ് ബാബു, 31 വയസ്സുള്ള നിതീഷ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. രണ്ടംഗ സംഘമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ, ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവർ ബൈക്കിലെത്തി ഈ വീട്ടിൽ കയറി നിതീഷ് ബാബുവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. നിതീഷ് ബാബു ഈ കൊല്ലപ്പണി ചെയ്യുന്ന ആളാണ്. അവിടെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇടത്ത് തന്നെ ഉണ്ടായിരുന്ന വടിവാൾ എടുത്താണ് ഇവർ ആക്രമിച്ചത്. ആദ്യം ബൈക്കിലെത്തുന്നു, അതിനുശേഷം നിതീഷ് ബാബുവായി ചില വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നു. അതേ തുടർന്ന് തൊട്ടു പിന്നാലെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നിതീഷ് ബാബു ജോലി ചെയ്യുന്ന ഈ കൊല്ലന്റെ ആലയിലുള്ള വടിവാൾ എടുത്ത് ഈ നിതീഷ് ബാബുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇത് തടയാൻ ശ്രമിച്ച ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റിട്ടുണ്ട്. ശ്രുതിയെ ഇപ്പോൾ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടാണുള്ളത്. അല്പം ഗുരുതരമായ പരിക്കാണ് ശ്രുതിക്കും ഏറ്റിട്ടുള്ളത്. ഈ ഭാര്യയ്ക്ക് ഈ അക്രമി സംഘത്തെ അറിയാം എന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷെ നിലവിൽ പോലീസിന് ഈ ശ്രുതിയുടെ മൊഴി എടുക്കാൻ സാധിച്ചിട്ടില്ല. പരിക്ക് അല്പം ഗുരുതരമായത് കൊണ്ട് തന്നെ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണത്തെ സംബന്ധിച്ച് നിലവിൽ പോലീസിന് ഒരു വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് പയ്യാവൂർ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ക്രൂരമായൊരു കൊലപാതകമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഭാര്യയായിട്ടുള്ള ശ്രുതിയും നിതീഷ് ബാബുവുമാണ് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ആ വീട്ടിൽ കയറിയാണ് ഇന്ന് ഉച്ചക്ക് 1:15 ഈ കൊലപാതകം നടത്തിയത്. ഈ ആക്രമണത്തിന് പിന്നിൽ ആലക്കോട് സ്വദേശികളാണ് എന്ന സൂചന ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ അറിവാകുന്നതേയുള്ളൂ. കണ്ണൂർ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കാഞ്ഞിരക്കൊല്ലിയിലെ നിതീഷ് ബാബു ആണ് കൊല്ലപ്പെട്ടത്. ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.